നമ്മളിൽ പലരും എപ്പോഴെങ്കിലുമൊക്കെ പ്രേതങ്ങളെക്കുറിച്ചോ ആത്മാക്കളെക്കുറിച്ചോ ചിന്തിച്ചിട്ടുണ്ടാകും. രാത്രിയുടെ നിശബ്ദതയിൽ കേൾക്കുന്ന ചെറിയ ശബ്ദങ്ങൾ പോലും നമ്മെ ഭയപ്പെടുത്തിയേക്കാം. എന്നാൽ സത്യത്തിൽ പ്രേതങ്ങളുണ്ടോ? അതോ ഇതെല്ലാം നമ്മുടെ തോന്നലുകളാണോ? ഇതിന് പിന്നിലെ ശാസ്ത്രീയമായ ചില വസ്തുതകൾ നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ആദ്യത്തെ കാരണം ഇൻഫ്രാസൗണ്ട് ആണ്. മനുഷ്യന്റെ കാതുകൾക്ക് കേൾക്കാൻ കഴിയുന്നതിലും കുറഞ്ഞ ആവൃത്തിയിലുള്ള ശബ്ദങ്ങളാണിവ. കാറ്റ് വലിയ കെട്ടിടങ്ങളിലോ ഗുഹകളിലോ തട്ടുമ്പോൾ ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാകാം. നമുക്ക് ഇത് കേൾക്കുവാൻ കഴിയില്ലെങ്കിലും ഈ ശബ്ദങ്ങൾ നമ്മുടെ ശരീരത്തിൽ വിറയലും ഭയവും ഉണ്ടാക്കും. ചിലപ്പോൾ കണ്ണിലെ ദ്രാവകങ്ങളെ ഇത് സ്വാധീനിക്കുന്നത് വഴി നിഴലുകൾ കാണുന്നത് പോലെ തോന്നലുകൾ നമുക്ക് ഉണ്ടായേക്കാം. പലരും പ്രേതബാധയായി തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് സ്ലീപ്പ് പാരലൈസിസ്. ഉറക്കത്തിലും ഉണർവിലും ഇടയിലുള്ള ഒരു അവസ്ഥയാണിത്. നമ്മുടെ മനസ്സ് ഉണർന്നിരിക്കും, പക്ഷേ ശരീരം അനക്കാൻ കഴിയുകയില്ല. ഈ സമയത്ത് ഭയാനകമായ രൂപങ്ങൾ കാണുന്നതും ആരോ നെഞ്ചിൽ അമർത്തുന്നതായി തോന്നുന്നതും സാധാരണമാണ്. ഇതൊരു മാനസികാവസ്ഥ മാത്രമായാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ് പെരിഡോളിയ. വ്യക്തമല്ലാത്ത രൂപങ്ങളിൽ പരിചിതമായ എന്തെങ്കിലും കണ്ടെത്താൻ നമ്മുടെ മസ്തിഷ്കം ശ്രമിക്കും. ഇരുട്ടത്ത് കിടക്കുന്ന ഒരു കസേരയോ തൂണിലോ വസ്ത്രമോ ഒരു മനുഷ്യരൂപമായി നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. പഴയ വീടുകളിൽ വായു സഞ്ചാരം കുറവായതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് വാതകം തങ്ങി നിൽക്കാം. ഇത് ശ്വസിക്കുന്നത് വഴി ആളുകൾക്ക് ഇല്ലാത്ത കാഴ്ചകൾ കാണാനും കേൾക്കാനും സാധ്യതയുണ്ട്. പല പ്രേതാനുഭവങ്ങളിലും യഥാർത്ഥത്തിൽ ഇത്തരം വാതകങ്ങളുടെ ചോർച്ചയാണ് വില്ലനാവുന്നത്. ചുരുക്കത്തിൽ നമ്മൾ പ്രേതമെന്ന് കരുതുന്ന പല അനുഭവങ്ങൾക്കും പിന്നിൽ വ്യക്തമായ ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. അമാനുഷികമായ ഒന്നല്ല, മറിച്ച് നമ്മുടെ സാഹചര്യങ്ങളും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുമാണ് പലപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്നത്. അറിവാണ് ഭയത്തെ ഇല്ലാതാക്കാനുള്ള ഏക വഴി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.